ആലുവ ശിവരാത്രിക്കായി മണപ്പുറം ഒരുങ്ങി. ഇത്തവണ ശിവരാത്രി ഞായറാഴ്ചയായതിനാൽ വലിയ തിരക്കാണ് മണപ്പുറത്ത് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ബലിതർപ്പണം ഔദ്യോഗികമായി ആരംഭിക്കുക. ദേവസ്വം ബോർഡിനൊപ്പം ആലുവ നഗരസഭയും മറ്റ് സർക്കാർ വകുപ്പുകളും ഒത്തുചേർന്നാണ് ആലുവ ശിവരാത്രിക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ശിവരാത്രി നാളിൽ മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടാകും. ആലുവ നഗരത്തിൽ നിന്ന് ശിവരാത്രി നടപ്പാലം വഴി മണപ്പുറത്തേക്ക് വരുന്ന ഭക്തരെ വലതുഭാഗത്തുകൂടി പ്രവേശിപ്പിക്കും. മണപ്പുറത്ത് നിന്ന് ഇടതുഭാഗത്തുകൂടി നടപ്പാലത്തിലേക്ക് തിരികെ വിടും. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലേലം ചെയ്ത് നൽകുന്നത്. 100 രൂപയാണ് ബലിതർപ്പണ ഫീസായി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ആലുവ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആർ ഹരിരാജ് പറഞ്ഞു. കുടിവെള്ള വിതരണം, ബയോ ടോയ്ലറ്റ് ഏകദേശം 25 എണ്ണോളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 2 കോടി രൂപയോളം ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തർക്കായിട്ട്. സുരക്ഷയ്ക്കായി 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മണപ്പുറത്തും ആലുവയിലും വിന്യസിക്കുക. പ്രത്യേക പോലീസ് സ്റ്റേഷൻ പരിശോധനയ്ക്കായി വാച്ച് ടവറുകളും സ്ക്വാഡുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, എയ്ഡ് പോസ്റ്റുകൾ, CCTV വാച്ച് ടവർ, മഫ്തി പോലീസ്, സ്കൂബ ടീം, പട്രോളിംഗ്, ആംബുലൻസ് സേവനം, കുടിവെള്ളം എന്നിവയും ഉണ്ടാകും. അഗ്നിരക്ഷാസേനയും സംവിധാനങ്ങളുമായി മണപ്പുറത്ത് ക്യാമ്പ് ചെയ്യും. ബലിതർപ്പണം നടക്കുന്ന കടവുകളിൽ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ തിരക്ക് പരിഗണിച്ച് KSRTC ദീർഘദൂര സർവീസ് ഉൾപ്പെടെ മണപ്പുറത്തേക്ക് പ്രത്യേക സർവീസുകളും സ്വകാര്യ ബസ്സുകൾക്ക് സ്പെഷ്യൽ പെർമിറ്റും നൽകും. കൈരളി ന്യൂസ്, കൊച്ചി.